ഇതെല്ലാം ചെയ്ത് BJPയെ ജയിപ്പിക്കാൻ സഹായകരമായ നിലപാട് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, രാജഗോപാലിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയിച്ച സന്ദർഭത്തിലും അത് നമ്മൾ കണ്ടതാണ്. ദുർബലനായ സ്ഥാനാർത്ഥിയെ രാജഗോപാലിനെ നേരെ നിർത്തുക. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയില്ല. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, നിർത്തിയില്ല. എന്നിട്ട് BJP വിജയിക്കുമെന്ന് ഉറപ്പാക്കുക. ആ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ട് അതിൻ്റെ ആനുകൂല്യം പറ്റിയതിന് ശേഷം ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടില്ല. CPIM-ന് നേരെ, അതിൻ്റെ നേതൃത്വത്തിന് നേരെ, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ ആക്ഷേപം പറയാം, കളവുകൾ പ്രചരിപ്പിക്കുക. എന്തെല്ലാം കളവുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വർഗീയതയോടുള്ള ഞങ്ങളുടെ സമീപനമാണോ കോൺഗ്രസിൻ്റെ സമീപനമാണോ നമ്മുടെ ജനങ്ങളുടെ മുന്നിലുള്ളത്? ഇപ്പോഴും മുസ്ലിം വർഗീയവാദത്തെ മുഴുവൻ സ്വന്തം കഷ്ടത്തിൽ വെച്ചിരിക്കുക സതീശൻ. എല്ലാ മുസ്ലിം മത വർഗീയവാദികളും മുസ്ലിം മതമൗലികതാവാദികളും സതീശൻ്റെ കക്ഷത്തിരിക്കുന്നുണ്ട്. അവരെ കക്ഷത്ത് വെച്ചിട്ട് അവിടെ ഈ ഗിരിപ്രഭാഷണം നടത്തുന്നത്. അപ്പം ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പല അപവാദ പ്രചരണങ്ങൾ തുടർച്ചയായിട്ട് അവർ നടത്തി പോരാറുണ്ട്. നേരത്തെ ലാവ്ലിൻ്റെ വിഷയത്തിൽ അത് നടത്തിയിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ 2 തവണ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു. നമുക്കറിയാലോ, ഗൂഢാലോചന കോൺഗ്രസ് നടത്തിയതാണെന്ന്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരെ അതും കോൺഗ്രസ് ഗൂഢാലോചനയാണ്. അതെല്ലാം കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഈ തുടർച്ചയായി മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചും പാർട്ടിയെ ലക്ഷ്യം വെച്ചും ഇവരിങ്ങനെ ആവർത്തിച്ച് വ്യാജ പ്രചരണം നടത്തുകയാണ്. അപ്പം അത് സ്വന്തം പ്രവർത്തന രീതിയാണ്. സംഘപരിവാറുമായിട്ടുള്ള സഖ്യം സതീശിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും സ്വന്തം പ്രവർത്തന രീതിയാണ്. വേണ്ടി വന്നാൽ BJP-യിൽ ചേരാം എന്ന് പറഞ്ഞ ആൾ KPCC പ്രസിഡന്റാണ്. അതുകൊണ്ട് ആ കുപ്പായം സ്വയം ധരിച്ചാൽ മതി. അത് CPM-ൻ്റെ നേതാക്കന്മാർക്ക് നേരെ വേണ്ട, മുഖ്യമന്ത്രിക്ക് നേരെ വേണ്ട, പാർട്ടിക്ക് നേരെയും വേണ്ട. അതാണ് വളരെ സ്നേഹബുദ്ധിയോടുകൂടി അവരെ ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിന് സഹായകരമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുകയാണ്. എല്ലാ മേഖലയിലുമുള്ള മുന്നേറ്റമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കേരളം 1-ാം സ്ഥാനത്താണ്. അത് ലോക ശ്രദ്ധ ആകർഷിച്ച കേരളീയ വളർച്ചയാണ്. അതിൽ ഒന്നുകൂടി അതിനെ മെച്ചപ്പെടുത്തക്ക രൂപത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഘടനയിൽ കഴിഞ്ഞ ഭരണത്തിൽ തന്നെ നല്ല മുന്നേറ്റമുണ്ടായി. ഇപ്പം നമ്മളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിലെ കേരളത്തിൻ്റെ നേട്ടങ്ങൾ ലോകം അംഗീകരിച്ചതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ 1-ാമത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നാണ് കേരളത്തെ വിലയിരുത്തിയത്. ഏറ്റവും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ഇവിടുത്തെ ഞങ്ങൾക്കെതിരായി നിരന്തരം പ്രവർത്തിക്കുന്ന ദിനപത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഇതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗങ്ങൾ വന്നിരിക്കുകയായിരുന്നു. അത് നല്ല നിലയിൽ കേരളത്തിലേക്ക് ഭരണം പോകുന്നുണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ സാമ്പത്തിക ഫെഡറലിസം ദുർബലപ്പെടുത്തി വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് സ്വന്തം കൈവശപ്പെടുത്തി വളരെ ചെറിയ പങ്ക് സംസ്ഥാനങ്ങളുമായി പങ്കുവെച്ച് ആണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ സംസ്ഥാനങ്ങളെ ഞെക്കിപ്പിടിയുന്ന തരത്തിലുള്ള വിഭവ വിതരണമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിമിതികൾക്കുള്ളിലാണ് കേരളമാണ് അതിലെ ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിക്കുന്ന സംസ്ഥാനം. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം മികച്ച വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നതും മുന്നേറിക്കൊണ്ടിരിക്കുന്നതും.
അത് ഇവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നതല്ല യാഥാർത്ഥ്യം എന്ന് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക.